മരണക്കളമാവുകയാണ് നമ്മുടെ ദേശീയപാതകൾ. കേന്ദ്രം പുറത്തുവിട്ട കണക്കുകൾ ഞെട്ടിക്കുന്നതാണ്. അപകട മരണങ്ങളിലുണ്ടായ വർധന അതിലേറെ ഞെട്ടിക്കുന്നതാണ്. ഇന്ത്യയിലെ റോഡ് സുരക്ഷാ പരാജയങ്ങളെക്കുറിച്ച് ഗതാഗത മന്ത്രാലയം സമഗ്രമായൊരു റിപ്പോർട്ടാണ് പുറത്തുവിട്ടിരിക്കുന്നത്. ഇന്നത്തെ ആദ്യത്തെ വിഷയം അതാണ്. റോഡിന്റെ ഗുണമേന്മ വർദ്ധിക്കുന്നതിനോടൊപ്പം തന്നെ ഈ അപകട മരണങ്ങളുടെ കണക്കും ക്രമാനുഗതമായി ഉയർന്നുകൊണ്ടിരിക്കുന്നു. 2023 ദേശീയപാത അതോറിറ്റിയുടെ അപകട റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. കഴിഞ്ഞ വർഷത്തെ കണക്കുകളാണ്. നമുക്കത് വിശദമായി പരിശോധിക്കാം. 2023 ദേശീയപാത അതോറിറ്റി കണക്ക് പരിശോധിക്കുമ്പോൾ നമുക്കറിയാം അതിൽ അപകടം ഉണ്ടായിരിക്കുന്നത് ഈ ദേശീയപാതയുമായി ബന്ധപ്പെട്ട് നടന്നിരിക്കുന്ന അപകടങ്ങൾ, ആ അപകടങ്ങളിൽ ഉണ്ടായിരിക്കുന്ന മരണങ്ങൾ, എത്ര പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്, അത്തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവിട്ടിരിക്കുന്നത്. റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം പുറത്തുവിടുന്ന ഈ 23 കണക്കുകളാണിത്. നയരൂപീകരണം, ബോധവൽക്കരണം, ഒപ്പം തന്നെ വ്യക്തിഗത ഇല്ലെങ്കിൽ വാഹന സുരക്ഷാ സാങ്കേതിക പുരോഗതി, ഇതൊക്കെ ഉൾപ്പെടെ നിരവധി ശ്രമങ്ങൾ ഈ വകുപ്പുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടെന്നാണ് കേന്ദ്രം പറയുന്നത്. പക്ഷേ ഇതൊക്കെ ഉണ്ടായിട്ടും ഇതെങ്ങനെ സംഭവിച്ചു, ഇത്രയധികം മരണങ്ങൾ എങ്ങനെ ഉണ്ടായി എന്നൊക്കെയുള്ള സംശയം നമുക്ക് തോന്നിക്കുന്ന തരത്തിലാണ് ഈ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. റോഡ് സുരക്ഷയിൽ എല്ലാ കാലത്തും നമ്മൾ വളരെ പിന്നിലാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള, അതായത് ഇന്ത്യയിലെ മൊത്തം സംസ്ഥാനങ്ങളെയും എടുത്തു നോക്കുമ്പോൾ പിന്നിലാണെന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലെ കണക്കുകൾ വരുന്നു. അത്തരത്തിൽ ചരിത്രപരമായിട്ടുള്ള ആ പ്രവണതകൾ പരിശോധിക്കുമ്പോൾ ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ വർധനവ് അത് ഒരുപാട് കാലമായി തുടരുന്നതുകൂടി, അത് കൂടി, അതായത് ഓരോ വർഷവും നമ്മൾ ഈ കണക്കുകൾ പറയുമ്പോൾ അത് കൂടി വരുന്നത് നമുക്കത് മനസ്സിലാവും. 2023 ഉണ്ടായ റോഡ് അപകടങ്ങളും അതിലുണ്ടായ മരണവും അപകടത്തിന്റെ തീവ്രതയും നമുക്ക് പരിശോധിക്കാം. 2023 ഉണ്ടായിരിക്കുന്നത് 1,72,890 അപകട മരണങ്ങൾ ആണ്. അതായത് 2023 ഉണ്ടായിരിക്കുന്നത് മാത്രമാണ് പറയുന്നത്. 1,72,890 പേർ അപകടത്തിൽ മരിച്ചു എന്നുള്ളതാണ്. ഈ അപകടങ്ങളുടെ എണ്ണം മുൻ വർഷത്തെ അപേക്ഷിച്ച്, അതായത് മുൻ വർഷങ്ങളെ അപേക്ഷിച്ച് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2008 ശേഷമുള്ള കണക്കുകൾ അനുസരിച്ചാണെങ്കിൽ 4 ഇരട്ടി അപകടങ്ങളാണ് കൂടിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് ഈ പഠനങ്ങളിൽ നിന്ന് അല്ലെങ്കിൽ ഈ റിപ്പോർട്ടുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്നത്. അതിന് കാരണങ്ങളുണ്ട്, പല കാരണങ്ങളുണ്ട്. പക്ഷേ പ്രധാന കാരണം അപ്പോഴും നിയമലംഘനം തന്നെയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. നിയമലംഘനം വരുന്നത് എത്ര ശതമാനമാണെന്ന് പരിശോധിക്കുക. 40% നിയമലംഘനങ്ങളിലൂടെ ഉണ്ടാകുന്ന അപകടങ്ങളാണെന്നാണ് പറയുന്നത്. ആ നിയമലംഘനത്തിൽ ഏതൊക്കെ ഉൾപ്പെടും എന്നുള്ളതാണ് നമ്മൾ ഇനി പരിശോധിക്കുന്നത്. അതിലാദ്യത്തേത് ഹെൽമറ്റ് ധരിക്കാത്തതാണ്. ഹെൽമറ്റ് ധരിക്കാത്തതിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് 54,568 പേരാണ്. ഈ ഹെൽമറ്റ് ധരിക്കാത്തത് നമുക്കറിയാം, ചില സംസ്ഥാനങ്ങളിൽ അതിപ്പോഴും നിർബന്ധമൊന്നുമല്ല. കേരളം, തമിഴ്നാട് പോലെയുള്ള ചില സ്ഥലങ്ങളിൽ മാത്രമാണ്. കേരളത്തിലാണ് അത് അത്രയും കർശനമായിട്ട് നിയമം പാലിക്കപ്പെടുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പം 54,568 പേർക്ക് ഹെൽമറ്റ് ഇല്ലാത്തത് കൊണ്ട് മാത്രമാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. അതിൽ 9,160 പേർ വാഹനം ഓടിച്ചവരാണ് എന്ന് പറയുന്നു. പിൻസീറ്റിലിരുന്ന യാത്രക്കാർ, ഹെൽമറ്റ് വെക്കാത്തത് പല സ്റ്റേറ്റുകളിലും അതില്ല. പിൻസീറ്റിലിരുന്ന 15,408 പേർക്കാണ്, യാത്രക്കാർക്കാണ് ജീവൻ നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഒപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട നിയമം സീറ്റ് ബെൽറ്റ് ധരിക്കുക എന്നുള്ളതാണ്. സീറ്റ് ബെൽറ്റ് ധരിക്കാത്ത യാത്രക്കാരിൽ 16,025 പേരാണ് കൊല്ലപ്പെട്ടിരിക്കുന്നത് ഈ 2023 കണക്കിൽ. അതിൽ തന്നെ ഡ്രൈവ് ചെയ്തുകൊണ്ടിരുന്ന 8,441 പേരാണ്. ഒപ്പം കൂടെയുണ്ടായിരുന്ന യാത്രക്കാർ സീറ്റ് ബെൽറ്റ് ധരിക്കാത്തതുകൊണ്ട് മരണപ്പെട്ടിരിക്കുന്നത് 7,584 പേരാണ്. മറ്റൊരു പ്രധാനപ്പെട്ട നിയമലംഘനം ഈ മദ്യപിച്ച് വാഹനം ഓടിക്കലാണ്. അതിൽ കൊല്ലപ്പെട്ടിരിക്കുന്നത് 3,674 പേരാണ് മദ്യപിച്ച് വാഹനം ഓടിച്ച് കൊല്ലപ്പെട്ടിരിക്കുന്നത്. നമുക്കറിയാം അമിത വേഗതയാണ് ഏറ്റവും കൂടുതൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നത് എന്നുള്ളത്. പക്ഷേ അതിന്റെ ആ ഒരു വേഗത, ഒരു പക്ഷേ അപകടം ഉണ്ടാക്കാം, ചിലപ്പോൾ മരണം സംഭവിക്കില്ല, ചിലപ്പോൾ വണ്ടി മാത്രമായിരിക്കും തകരുന്നത്. നമ്മൾ പലതരത്തിലുള്ള അപകട മരണങ്ങൾ ഇല്ലെങ്കിൽ അപകടങ്ങൾ കാണുന്നുണ്ട്. പക്ഷേ ഈ വേഗത, ആ വേഗത അപകട സാധ്യത മാത്രമല്ല, അതിന്റെ ഒരു ആഘാതം, അതിന്റെ തീവ്രത വർദ്ധിപ്പിക്കാൻ കാരണമാകും എന്നതുകൂടി ഈ പഠനത്തിൽ ഇല്ലെങ്കിൽ ഈ റിപ്പോർട്ടിലുണ്ട്. കാരണം അതിൽ ഉയർന്ന മരണനിരക്കിലേക്ക് അതിനെ ഇല്ലെങ്കിൽ വലിയ ഗുരുതരമായിട്ടുള്ള, ഇപ്പം ജീവിതകാലം മുഴുവൻ ജീവൻ ബാക്കിയുണ്ടെങ്കിൽ അത് കോമയിലായി പോകുന്ന തരത്തിലുള്ള പരിക്കുകളിലേക്ക് പോലും നയിക്കാൻ കാരണമാവുന്നുണ്ട്. ഇല്ലെങ്കിൽ ആ അമിത വേഗത, അത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. അത്തരത്തിൽ ഒരുപാട് പേർ ഇപ്പോഴും, അതായത് ഈ കാണുന്ന കണക്കുകൾക്കപ്പുറത്തേക്ക് ആളുകൾ ഇതുമായി ബന്ധപ്പെട്ട് ബാധിക്കപ്പെട്ട് കിടക്കുന്നുണ്ട് എന്നതുകൂടി ആ റിപ്പോർട്ട് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും. ഇനി പരിശോധിക്കുന്നത്
2023 അതായത് 35,000-ത്തിലധികം കാൽനട യാത്രക്കാർ കൊല്ലപ്പെട്ടു എന്നുള്ളൊരു കണക്ക് കൂടി അതിൽ വരുന്നുണ്ട്. അതായത് ബസ്സുകളിലോ ഇല്ലെങ്കിൽ ഈ അപകടമുണ്ടാകുന്ന വാഹനങ്ങളിലൊന്നും സഞ്ചരിക്കാതെ വെറുതെ റോഡിൽ കൂടി പോകുന്ന ആളുകളൊക്കെ ഈ തരത്തിൽ കഴിഞ്ഞ ദിവസം കൂടി നമ്മൾ കണ്ടതാണ്. ഒരുപാട് അപകടങ്ങൾ കേരളത്തിൽ തന്നെ നമ്മൾ കാണുന്നുണ്ട്. നിയന്ത്രണം വിട്ടും അല്ലാതെയും ഒക്കെ പല രീതിയിൽ ദേശീയപാതയിൽ നിന്ന് ആളുകൾ കൊല്ലപ്പെടുന്ന യാത്ര നമ്മൾ കണ്ടതാണ്. കാസർഗോഡ് കഴിഞ്ഞ ദിവസം 2-3 ദിവസം മുൻപാണ് 4 പേർ മരണത്തിനിടയാക്കിയ സംഭവം ഉണ്ടായത്. അപ്പോൾ ദേശീയപാതയോട് ചേർന്ന് ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകും. നിയന്ത്രണം വിട്ട് ദേശീയപാതയിൽ തെന്നി വണ്ടിക്ക് നിയന്ത്രണം വിട്ട് ബ്രേക്കുമായി ബന്ധപ്പെട്ടില്ലെങ്കിൽ ഡ്രൈവർ ഉറങ്ങിപ്പോയ ഇത്തരത്തിലുള്ള കേസുകളിലൊക്കെ നടന്നു പോകുന്ന ആളുകൾ കൊല്ലപ്പെടുന്നുണ്ട്. അത് 35,000-ത്തിലധികം കാൽനട യാത്രക്കാർ കൊല്ലപ്പെട്ടു എന്നുള്ളതാണ്. നമുക്കറിയാം 2019 മോട്ടോർ വാഹന നിയമത്തിൽ വരുത്തിയ ഭേദഗതികൾ. അതായത് ആ എല്ലാ റോഡുകളുടെയും രൂപകൽപ്പന, അതിന്റെ നിർമ്മാണം, അതിന്റെ അറ്റകുറ്റപ്പണികൾ എന്നിവയ്ക്ക് IRC മാനദണ്ഡങ്ങൾ ഉപയോഗിക്കണമെന്ന് നിർബന്ധമാക്കിയിരുന്നു. പക്ഷേ അതെവിടെയും പാലിക്കുന്നില്ല എന്നുള്ള തെളിവുകൾ നമുക്ക് ഓരോ അപകടങ്ങളിൽ നിന്നും ഇല്ലെങ്കിൽ ഓരോ സംഭവങ്ങളിൽ നിന്നും നമുക്ക് മനസ്സിലാവുന്നുണ്ട്. വളരെ സിമ്പിളായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേശീയപാതയിൽ എങ്ങനെ വാഹനം ഓടിക്കണം, നമ്മൾ തെറ്റായ വശത്തുകൂടി വണ്ടി ഓടിക്കുന്നുണ്ട്, നമ്മൾ ഫോണിൽ സംസാരിച്ച് വണ്ടി ഓടിക്കുന്നുണ്ട്, നമ്മൾ സിഗ്നൽ മറികടക്കുന്നത് ഉൾപ്പെടെ നമുക്ക് പാലിക്കാവുന്ന പല കാര്യങ്ങളും നമ്മൾ ലംഘിച്ചു പോകുന്നു എന്നുള്ളതാണ്. നമുക്കൊന്ന് ഒരു ഇരുത്തി ചിന്തിച്ചാൽ തന്നെ മനസ്സിലാവും നമ്മൾ എത്രത്തോളം നിയമലംഘനങ്ങൾ നമ്മുടെ ഒരു യാത്രയിൽ നടത്തുന്നുണ്ട് എന്നത്. അതൊരു പക്ഷേ ഹെൽമെറ്റ് ഇടാത്തതായിരിക്കാം, സീറ്റ് ബെൽറ്റ് ഇടാത്തതായിരിക്കാം, നമ്മൾ സിഗ്നൽ ശ്രദ്ധിക്കാതെ പോകുന്നതായിരിക്കാം, നമ്മൾ അപകട സൂചനകൾ ശ്രദ്ധിക്കാതെ പോകുന്നതായിരിക്കാം, നമ്മൾ ഈ പറയുന്ന നാഷണൽ ഹൈവേയിലൂടെ നമ്മൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കൃത്യമായിട്ട് അതിനെക്കുറിച്ച് ഒരു ധാരണയില്ലാത്തതായിരിക്കാം, നമ്മൾ റോങ് സൈഡ് പോകുന്നതായിരിക്കാം, ഏതൊക്കെ വാഹനങ്ങൾ ഏതൊക്കെ ഭാഗത്തുകൂടി പോകണം എന്നതിനെക്കുറിച്ച് നമുക്ക് ധാരണയില്ലാത്തതായിരിക്കാം, നമുക്ക് സിഗ്നലുകളെ കുറിച്ച് അറിവില്ലാത്തതായിരിക്കാം, നമുക്ക് നമ്മുടെ മുന്നിലോ ഇല്ലെങ്കിൽ സൈഡിലോ പിറകിലോ പോകുന്ന വാഹനങ്ങളിൽ നിന്ന് കാണിക്കുന്ന സിഗ്നലുകളെ കുറിച്ച് അല്ലെങ്കിൽ അവർ തരുന്ന നിർദ്ദേശങ്ങളെ കുറിച്ച് നമുക്ക് അറിവില്ലാത്തതായിരിക്കും. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമുക്ക് റോഡുകളിൽ നിരത്തുകളിൽ ഉണ്ടാകുന്ന വാഹനാപകടങ്ങൾ, പ്രത്യേകിച്ച് ദേശീയപാതകളിൽ ഉണ്ടാകുന്ന വാഹനങ്ങളുടെ അപകടങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ്. അത് ഈ പറഞ്ഞതുപോലെ വികസനം അതിനൊരു പ്രധാന കാരണമായി പറയുന്നുണ്ട്. പക്ഷെ വികസനം നമുക്ക് ആവശ്യമാണ്, നമുക്ക് വലിയ റോഡുകൾ വേണം, വലിയ രീതിയിലുള്ള ഗതാഗത സംവിധാനം വേണം. അവിടെ നമ്മൾ പാലിക്കേണ്ട മര്യാദ ഇല്ലെങ്കിൽ നമ്മൾ പഠിക്കേണ്ട കാര്യങ്ങൾ, നമ്മൾ ആ റോഡുകളിൽ ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ബോധവാന്മാരാകുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ഈ അപകടങ്ങൾ കുറയ്ക്കാനുള്ള ഒരേ ഒരു മാർഗം എന്നുള്ളത്. അപ്പൊ ഈ കണക്കുകൾ പരിശോധിക്കുകയാണെങ്കിൽ നമുക്ക് ഒരു കാര്യം മാത്രമാണ് ഇതിൽ നിന്ന് മനസ്സിലാവുന്നത്. കേരളം എത്രത്തോളം ഭേദമാണ് എന്നുകൂടി ഈ കണക്കുകൾ സൂചിപ്പിക്കുന്നുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിലെയൊക്കെ അപകട മരണങ്ങൾ പരിശോധിക്കുമ്പോൾ ഇവിടെ വളരെ കുറവാണെന്നുകൂടി ഇതിൽ പറയുന്നുണ്ട്. അതിന്റെ ഒരു പ്രധാന കാരണം ഇവിടെ നിയമലംഘനങ്ങൾ കുറഞ്ഞു എന്നതാണ്. നമുക്കിപ്പോൾ ഹൈവേ കൂടി വാഹനം ഓടിക്കാൻ, നമ്മൾ ഈ ബൈപ്പാസിലൊക്കെ പോകുന്നത് നമുക്കറിയാം എങ്ങനെയാണ് ആളുകൾ പോകുന്നത് എന്നൊക്കെയുള്ളത്. നമ്മൾ ചില ട്രോളുകളായിട്ട് നമുക്ക് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ചില റീൽസുകളായിട്ട് ചില കാര്യങ്ങൾ വരാറുണ്ട്. അതായത് ഇത് അവർ വെച്ചിരിക്കുന്ന സിഗ്നലൊക്കെ നമ്മൾ മാറ്റിയിട്ടില്ലെങ്കിൽ അതിന്റെ മുകളിൽ കൂടിയൊക്കെ വണ്ടി ഓടിച്ചിട്ട് വലിയ ഹെവി വെഹിക്കിളൊക്കെ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും അതൊക്കെ തകർന്നു പോകും. അപ്പം പിന്നീട് അതങ്ങ് സ്ഥിരമാക്കും. അപ്പം എക്സിറ്റ് എവിടെയാണ്, നമ്മൾ എങ്ങനെയാണ് എൻ്റർ ചെയ്യുന്നത് എവിടെയാണ്, ഇതേക്കുറിച്ചൊന്നും ഒരു ധാരണയില്ലാതെ നമ്മൾ ദേശീയപാതയെ വളരെ അലക്ഷ്യമായിട്ട് ഇല്ലെങ്കിൽ നമ്മൾ നാട്ടിലെ വഴികളിലൂടെ ഒടുവഴികളിലൂടെ ഒക്കെ പോകുന്നത് പോലെയൊക്കെ നമ്മൾ ദേശീയപാത ഉപയോഗിക്കാനേ പാടില്ല. അപ്പം ആ തരത്തിൽ നിയമം നമ്മൾ പാലിച്ചേ മതിയാകൂ, നമ്മൾ അവിടെ കാണിക്കേണ്ട ഡിസിപ്ലിൻ, നമ്മൾ അവിടെ ബിഹേവ് ചെയ്യേണ്ട രീതി നമ്മൾ പഠിച്ചേ മതിയാകൂ എന്നതുകൂടിയാണ് ഈ പറയുന്ന കണക്കുകളൊക്കെ വ്യക്തമാക്കുന്നത്. അപ്പം കേരളത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ കേരളത്തിൽ ഇത് കുറഞ്ഞു എന്നുള്ള വിവരങ്ങളാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. കാരണം ഇവിടെ ഹെൽമറ്റ് നിർബന്ധമാക്കുന്നത് ഉൾപ്പെടെ പല കാര്യങ്ങളും കർശനമായി നിരീക്ഷിക്കുന്നത് അത് വിജയം കണ്ടു എന്നൊക്കെ ഒരു വിലയിരുത്തലുണ്ട്. എങ്കിലും തമിഴ്നാട്, കേരളം ഈ സംസ്ഥാനങ്ങളിലൊക്കെ ഗ്രാമങ്ങളിൽ ഇതൊന്നും പാലിക്കാത്തതും അപകടങ്ങൾ കൂടുന്നുണ്ട് എന്നും ഇതിൽ വ്യക്തമാക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം, നമ്മളിപ്പം നാട്ടിലൊക്കെ പോവുകയാണെങ്കിൽ ഒരുപക്ഷെ നമ്മൾ നാട്ടിൽ ഇല്ലെങ്കിൽ തൊട്ടടുത്ത കടയിലേക്കാണ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇത് ഉപയോഗിക്കാതെ പോയേക്കാം. പക്ഷെ ഒരുപക്ഷെ നമുക്ക് അടുത്ത വളവിലായിരിക്കാം അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു ഇറക്കത്തിലായിരിക്കാം നമുക്ക് ബാലൻസ് തെറ്റുന്നത്, അങ്ങനെയുള്ള അപകടങ്ങളുണ്ട്. പക്ഷേ ഇതിൽ പറഞ്ഞിരിക്കുന്നത് ദേശീയപാതയാണ്. അപ്പോൾ ദേശീയപാതയിൽ ഈ ഗ്രാമങ്ങളിലൂടെ പോകുന്നതും അല്ലാത്തതും ഒക്കെ ആയിട്ടുള്ള സ്ഥലങ്ങളിൽ നമ്മൾ ഇത് ഉപയോഗിക്കാതെ ചിലപ്പോൾ നമ്മൾ ക്രോസ് ചെയ്യാനോ ഇല്ലെങ്കിൽ ചെറിയൊരു തൊട്ടടുത്ത സ്ഥലത്തേക്ക് പോകാനോ ഒക്കെ എന്തിനാണ് ഇതിന്റെ ആവശ്യം എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നമ്മൾ അത് ഉപയോഗിക്കാതെ പോകും. നമ്മൾ സീറ്റ് ബെൽറ്റ് ഇടാതെയും ഹെൽമെറ്റ് വെക്കാതെയും നമ്മൾ സിഗ്നൽ പാലിക്കാതെയും നമ്മൾ ഓവർ സ്പീഡിലുമൊക്കെ പല കാര്യങ്ങൾ കൊണ്ട് ആവശ്യങ്ങൾ കൊണ്ടൊക്കെ ആയിരിക്കും നമ്മൾ വേഗത്തിൽ പോകുന്നത്. പക്ഷേ നമുക്ക് ഒഴിവാക്കാവുന്ന അപകടങ്ങൾ ഉണ്ട്, അത് തിരിച്ചറിയുക. നമുക്ക് ഒഴിവാക്കാവുന്ന എല്ലാ തരത്തിലുള്ള നിയമലംഘനങ്ങളും നമ്മൾ ഒഴിവാക്കുക. കുറച്ചുകൂടി നമ്മൾ റെസ്പോൺസിബിൾ ആവുക എന്നത് മാത്രമാണ് ചെയ്യാനുള്ളത്. അതുകൊണ്ട് ഇനി വരാനിരിക്കുന്ന കണക്ക്, ഇനി പുറത്തു വരാനിരിക്കുന്ന കണക്കുകൾ ഒരുപക്ഷെ നമുക്ക് വലിയ ആശ്വാസം ഉണ്ടാക്കുന്നതാകട്ടെ.